ഗൈസ് അസ്സലാമലൈക്കും, ഈദ് മുബാറക്. അപ്പം ഈദായിട്ട് നമ്മൾ രാവിലെ ഫ്രഷായി കുളിച്ച് റെഡിയായി നിൽക്കുവാണ്. ഇനി നമ്മൾ ജസ്റ്റ് ഒരുങ്ങി നമ്മൾ പുറത്തു പോവാണ്. ഇന്നത്തെ ഈദ് നമുക്ക് പുറത്താണ്. അപ്പം നമുക്ക് പുറത്തുള്ള ഈദ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം നമ്മളെല്ലാവരും റെഡിയായി നേരെ നമ്മൾ ജമാ മസ്ജിദിലേക്കാണ് പോകുന്നത്. കുറേ നാളായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കൂടെ ജമാ മസ്ജിദിൽ പോയി ഫുഡൊക്കെ കഴിക്കണമെന്ന്. അവിടെ അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ പെരുന്നാളായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ പോകാമെന്ന് തന്നെ പ്ലാൻ ചെയ്ത് നേരെ ഇറങ്ങിയതാണ്. ചെന്നപ്പോൾ എൻ്റെ പടച്ചോനെ നല്ല തിരക്കെന്ന് വെച്ചാൽ കാല് കുത്ത സ്ഥലമില്ല, അത്രയ്ക്ക് ആളായിരുന്നു, നല്ല റഷായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ എങ്ങനെയൊക്കെയോ ഉന്തിത്തള്ളി വെളിയിലൊക്കെ ഇറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പാച്ചിലായിരുന്നു. എല്ലാ കടകളിലും നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മളൊരു പെർഫ്യൂമിൻ്റെ കടയിൽ കയറി അവിടെ പെർഫ്യൂമൊക്കെ നോക്കി, പക്ഷെ മേടിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് നല്ല വിശന്നപ്പോൾ നമ്മൾ അവിടെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു. നമ്മൾ റുമാലി റൊട്ടിയും ബട്ടർ ചിക്കനും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കബാബുമാണ് ഓർഡർ ചെയ്തത്. നല്ല വിശപ്പുണ്ടായിരുന്നു. കഴിച്ചു നോക്കി, നല്ല അടിപൊളി ടേസ്റ്റുള്ള ബട്ടർ ചിക്കനും അതുപോലെ തന്നെ റുമാൽ റൊട്ടിയൊക്കെ ആയിരുന്നു. ഈ ഒരു കബാബ് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതാണോ കബാബ് എന്നുള്ളൊരു എക്സ്പ്രഷനാണ് ഞാൻ ഈ ഇടുന്നത്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. വിശന്നും കൂടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ നല്ല ആസ്വദിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് കഴിച്ചിട്ട് അവസാനം ഞങ്ങൾക്ക് അവിടെ നിന്ന് എണീക്കാനും വയ്യ, ഇരിക്കാനും വയ്യാത്തൊരവസ്ഥയായിരുന്നു. വയറ് നിറഞ്ഞു പോയി. അത്രയ്ക്ക് അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊന്ന് സംസാരിച്ചൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മെയിൻ ഐറ്റമായിട്ടുള്ള കുനാഫ കഴിക്കാൻ വേണ്ടി പോയതാണ്. ഇതിന് മുന്നേ ഞങ്ങൾ ഒരു ദിവസം പോയിട്ട് ഈ ഒരു റാബ്രി കുനാഫ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അഞ്ജന ഇല്ലാത്തതുകൊണ്ട് അഞ്ജനയ്ക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു റാബ്രി കുനാഫ മേടിച്ചത്. അത് കഴിച്ച് മത്തടിച്ചാണ് ഈ നിൽക്കുന്നത്. മത്ത് മാറ്റാൻ വേണ്ടി ഞാനൊരു നഗൂരി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഡൽഹി വന്നതിന് ശേഷം ഈ ഒരു നഗൂരി ചായ എൻ്റെ ഫേവറേറ്റാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഫില്ലാക്കി നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ പെരുന്നാൾ ഇങ്ങനെ തീർന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച്.